ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാ ഇളവിന് ശുപാർശ നൽകിയ കത്ത് ചോർന്നതിൽ അന്വേഷണം. മാധ്യമങ്ങൾക്ക് കത്ത് ചോർന്നത് അന്വേഷിക്കും. ജയിൽ വകുപ്പിനെയും പോലീസിനെയും അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്? വേണു, ആസാദിക്ക അമൃത് പരിപാടിയുടെ ഭാഗമായി ടി.പി. കേസിലെ പ്രതികളായ 4, 5, 6 പ്രതികളായി ടി.കെ. രജീഷ്, അതുപോലെ ടി.കെ. അണ്ണൻ സജിത്ത്, ടി.കെ. രജീഷ്, അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി എന്നിവരെ ഈ ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ കത്ത് ചോർന്നതിന് പിന്നാലെ ഈ നടപടി മരവിപ്പിക്കുകയും ഇത് നടപടി എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പ്രതികാര നടപടിയിലേക്ക് കടക്കുകയാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ സർക്കാർ നൽകിയ ശുപാർശ കത്ത് എങ്ങനെ ചോർന്നു എന്നതിലാണ് അന്വേഷണം നടത്തുന്നത്. ജയിൽ വകുപ്പിനോടും പോലീസിനോടും ഇക്കാര്യം അന്വേഷിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ഈ സർക്കാരിന് ഇത്തരത്തിലൊരു ശുപാർശ കത്ത് നൽകിയത് എങ്ങനെയാണ് ചോർന്നത് എന്നതാണ് സർക്കാർ തലങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന ഇപ്പോൾ നടത്തുന്നത്. കാരണം അതീവ രഹസ്യമായിട്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. 56 പ്രതികളെയായിരുന്നു ഇത്തരത്തിൽ ശിക്ഷാളവ് നൽകാൻ ആദ്യഘട്ടത്തിൽ സർക്കാർ തീരുമാനമെടുത്തത്. അതിലാണ് ടി.പി. കേസിലെ പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴും നേരത്തെ ആസാദിക്ക അമൃത് പദ്ധതിയുടെ ഭാഗമായി പരിപാടിയുടെ ഭാഗമായി നിശ്ചയിച്ചിരുന്നത് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുമ്പോൾ വാദിഭാഗത്തിൻ്റെത് കൂടി വിശദീകരണം ഇക്കാര്യത്തിൽ കേൾക്കണം. അവരുടെ കുടുംബങ്ങളുടെ കൂടി വാദം കൂടി കേട്ട ശേഷമായിരിക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അന്ന് ഈ ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പും സർക്കാരും കടന്നത്. ഇത് വിവാദമായതിന് പിന്നാലെ ഈ ഉത്തരവ് മരവിപ്പിച്ചെങ്കിലും ഈ കത്ത് സർക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെ ചോർന്നു, മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചോർന്നു കിട്ടിയത് എന്നതിലാണ് പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ജയിൽ വകുപ്പിനും പോലീസും അന്വേഷണ പരിധിയിലേക്ക് എത്തും. സ്വാഭാവികമായും ഏത് മാധ്യമങ്ങളാണ് ഇക്കാര്യത്തിൽ വാർത്ത പുറത്തുവിട്ടത് അവരെ കൂടി അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടി ഈ കത്തിന്റെ ഭാഗമായി ഉണ്ട്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന്.